ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന വളരെ കുറച്ച് ചേരുവ മാത്രം മതി. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് പുഴുങ്ങിയ ഏത്തപ്പഴമാണ്. ഞാനിപ്പോൾ ഒരു പഴം നല്ല പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് അവലാണ്. നമുക്ക് ഈ അവൽ ചെറുതായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അതിനൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരല്പസമയം നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഈ ഏത്തപ്പഴം ഇട്ട് കൊടുത്ത് നമുക്കൊരു അല്പസമയം ഇളക്കി കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ പഴവും നെയ്യും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ ഒരല്പസമയം നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങയും പഴവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ ഒരല്പസമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ശർക്കരയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മണ്ണും പൊടിയൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അല്പം വെള്ളത്തിൽ അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പം ശർക്കരയും പഴവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് അവലാണ്. നമ്മളിവിടെ കുതിരാൻ വേണ്ടി വെച്ചിരുന്ന ആ അവൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം ഇതുപോലെ ഒരു ബൗളിൽ അല്പം നെയ്യൊന്ന് തേച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഒരു സ്പൂണും കൊണ്ട് ഇത് കുറേശ്ശായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ട് വേണമെങ്കിൽ നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിലും ഉരുട്ടിയെടുക്കാവുന്നതാണ്. അങ്ങനെ അവൽ വെച്ച് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.